എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ള സഹോദരങ്ങളെ, കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം മതമോ ജാതിയോ നോക്കാതെ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ദിനമാണ്. ഓണപ്പൂക്കളവും ഓണസദ്യയും വള്ളംകളിയും പാട്ടും എല്ലാം കൂടി നമ്മുടെ സംസ്കാരത്തിൻ്റെ സൗന്ദര്യം തെളിയിക്കുന്നു. എന്നാൽ ക്രിസ്തീയ ദർശനത്തിൽ നിന്ന് നോക്കുമ്പോൾ ഓണം വെറും സാംസ്കാരിക ആഘോഷമല്ല, മറിച്ച് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന ആത്മീയ സന്ദേശം തന്നെയാണ്. സമൃദ്ധിയുടെ ദൈവം. ഓണത്തിന്റെ മുഖ്യ ചിഹ്നം സമൃദ്ധിയാണ്. ഭക്ഷണത്തിന്റെ സമൃദ്ധി, വിളവിന്റെ സമൃദ്ധി, സന്തോഷത്തിന്റെ സമൃദ്ധി സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 24 സങ്കീർത്തനം 1 വാക്യം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകും. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹവും വിളവും സമൃദ്ധിയും ആരോഗ്യവുമെല്ലാം ദൈവമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഐക്യത്തിനുള്ള വിളി. ഓണത്തിൽ മതം, ജാതി, വർഗം, പ്രായം ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിക്കുന്നു. അതുപോലെ ക്രിസ്തുവിൽ വിശ്വാസികൾ ഒരുമിച്ചുള്ളവരായിരിക്കണം. ഗലാത്യർ 3-28 വാക്യം. യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വാതന്ത്രനും ഇല്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നത്രേ. ഓണം നമ്മെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്വത്തിൻ്റെയും ജീവിതത്തിലേക്ക് വിളിക്കുന്നു. യഥാർത്ഥ രാജ്യം. ഓണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മഹാബലിയുടെ നീതി നിറഞ്ഞ സുവർണ രാജ്യം നമ്മൾ ഓർക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനിയുടെ പ്രത്യാശ അതിലും മഹത്തരമാണ്. എബ്രായ ലേഖനം 13-14 വാക്യം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വാസികൾക്ക് കിട്ടുന്ന സ്വർഗരാജ്യം തന്നെയാണ് യഥാർത്ഥ സമൃദ്ധിയും സന്തോഷവും. പങ്കിടലിൻ്റെ സന്ദേശം. ഓണസദ്യയുടെ യഥാർത്ഥ അർത്ഥം അത് മറ്റൊരാളുമായി പങ്കിടുമ്പോഴാണ് പൂർത്തിയാകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 20-35 വാക്യം. പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്കും അനുഗ്രഹമായിരിക്കേണ്ടതിനായിട്ടാണ്. പ്രിയ സഹോദരങ്ങളെ, ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവമാണ് സമൃദ്ധിയുടെ ഉറവിടം. മനുഷ്യർ ഐക്യത്തിലും സൗഹൃദത്തിലും ജീവിക്കണം. നമ്മുടെ പ്രത്യാശ സ്വർഗീയ രാജ്യത്തിലാണ്. അനുഗ്രഹങ്ങൾ പങ്കിടുമ്പോഴാണ് സന്തോഷം പൂർണ്ണമാകുന്നത്. യഥാർത്ഥ ആനന്ദം യേശു ക്രിസ്തുവിലാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.